ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലയോ? അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാടേ നിങ്ങളെ വീട്ടിലൊക്കെ മഴയുണ്ട് അവിടെയൊക്കെ? അപ്പോൾ നമുക്കിവിടെ 3-4 ദിവസമായിട്ട് തോരാത്ത മഴയാണ് കേട്ടോ. തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ തന്നെ നല്ല പാടാണ്. പുറത്തോട്ട് ഇറങ്ങാൻ ഇങ്ങനെ മഴ പൊടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മളൊരു പുതിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ താണ്ട് രാവിലെ എണീറ്റിട്ട് കുറച്ച് മത്തൻ്റെ ഇല പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം മത്തൻ ഇല തോരൻ വെക്കാമെന്ന് കരുതി. നിങ്ങളിങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഞാനാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു മത്തനില ലാസ്റ്റായിട്ട് ഞാൻ തോരൻ വെച്ച് കഴിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പം നമ്മളെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കരുതി ചുമ്മാ നിൽക്കുമല്ലേ, ചുമ്മാ വെറുതെ വേസ്റ്റ് ആക്കണ്ട, നമുക്കൊന്ന് പിച്ചി തോരൻ വെച്ച് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ കിട്ടിയ മത്തനിലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തളിരിലയാണെന്ന് തോന്നുന്നു കൂടുതൽ ടേസ്റ്റ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു തോരൻ വെക്കുന്നത്. നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാം. ഓൾറെഡി മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മണ്ണൊക്കെ പോയി കാണും. പിന്നെ ദാണ്ട് കുറച്ച് വറുത്തരച്ച് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ നല്ലതായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മത്തനില ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി. ഈ മത്തനില പറിച്ചു കൊണ്ട് വന്നപ്പോൾ ഇക്ക ചോദിച്ചത് എന്തിനാടേന്ന്. ഞാൻ പറഞ്ഞു തോരൻ വെക്കാനാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു ഇക്കാക്ക് വേണ്ട, ഇക്കാക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, വെച്ച് കഴിയുമ്പോൾ വന്ന് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങ് കഴിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ കുറച്ച് മത്തനിലയൊക്കെ എടുത്ത് നല്ലതായിട്ട് കഴുകി മഞ്ഞപ്പൊടിയും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ കുറച്ച് നേരം ഇട്ടിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ കഴുകി എടുത്ത് നല്ലതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്തിട്ട് ഇതിന് വലിയ വേവൊന്നുമില്ല. ഇതിന് തന്നെ ആ ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇതങ്ങ് വെന്തോളും. അങ്ങനെ ഒരുവിധം അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ മത്തനില അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഈ മത്തൻ്റെ ഇലയ്ക്കകത്ത് തന്നെ ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഇരുന്ന് തന്നെ ഇത് വെന്തോളും. പിന്നെ നമുക്ക് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളവും കൂടെ ഒന്ന് ഒഴിക്കാം. ഞാൻ പിന്നെ ഒരു കുഞ്ഞ് സവാളയും കൂടി ഇട്ട് കേട്ടോ. സവാള ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വെക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഇച്ചിരി സവാളയും ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ അടച്ചു വെച്ച് അതൊന്ന് ആവിയിലിരുന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇക്ക പറഞ്ഞു ഇക്കാക്ക് തോരനൊന്നും വേണ്ട, പാവയ്ക്ക് ഇരിപ്പുണ്ടല്ലോ അതെടുത്ത് വിഴുക്ക് വരട്ടെ. ഞാൻ നോക്കിയപ്പോൾ പാവയ്ക്ക് പകുതിയും ചീത്തയായി പോരുന്നു. പിന്നെ ഉള്ളതൊക്കെ എടുത്ത് പിന്നെ 3-4 കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടങ്ങ് വിഴുക്കാക്കാമെന്ന് കരുതി. ഞാൻ കോവയ്ക്കയും പാവയ്ക്കയും എല്ലാം കൂടെ അങ്ങ് അരിഞ്ഞെടുത്ത് കേട്ടോ. അരിഞ്ഞെടുത്ത് ഒരു വിഴുക്കാക്കുമ്പോൾ പിന്നെ പരാതി കാണത്തില്ലല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ആക്കിയെടുത്ത് അതിനുശേഷം അതങ്ങ് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. അവിടെ ഇരുന്ന് ചെറിയ ആവിയിലിരുന്ന് വേവട്ടെന്ന് കരുതി ഒരു തുള്ളി വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മത്തൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി. പിന്നെ അതിനുള്ള അരപ്പൊക്കെ ഞാൻ ചേർത്തു. മത്തൻ്റെ ഇല വെന്ത് വന്നപ്പോഴേക്കും അരപ്പ് തട്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കരുതി വലിയ ടേസ്റ്റൊന്നും കാണില്ലെന്ന്. പിന്നെ മഴയൊക്കെ തോന്നുമ്പോഴേക്കും നമുക്ക് ഇന്ന് വറുത്തരിച്ച് ഈ ഒരു തെരണ്ടിന്നും തെരച്ചി എന്നൊക്കെ പറയും, ഈ ഒരു കറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. ഞാൻ അവൻ വലിയൊരു തെരണ്ടിയായിരുന്നു. ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് പാടുപെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല വലുത് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്തെടുത്ത് നമുക്കിന്ന് വറുത്തരച്ച് തെരണ്ടിക്കറിയാണ് കേട്ടോ. ഇവിടെ ഇപ്പം തെരണ്ടി കിട്ടിയാലും വറുത്തരച്ചേ വെക്കത്തുള്ളൂ, അല്ലാതെ ഒന്നും വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഞാൻ തെരണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ കറിയും അരപ്പൊക്കെ ഇവിടെ സെറ്റായി. കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓരോന്ന് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കറികളൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ച കറി, പിന്നെ ഇത് കോര വറുത്തയാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ തെരച്ചിയും കൂടെ വറുത്ത് കേട്ടോ. പിന്നെ തെരച്ചിക്കറി എല്ലാം വിളമ്പി ചോറുണ്ണാനായിട്ട് അങ്ങിരുന്നു കേട്ടോ. രസം ഉണ്ടായിരുന്നു, തോരനും വിഴുക്ക് വരട്ടി. ഇത് നമ്മളെ സ്പെഷ്യൽ മത്തയുടെ ഇല തോരനാണ് കേട്ടോ. അപ്പം ഞാൻ മത്തയില പറിച്ച സമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ഇക്ക ഇത് കണ്ടപ്പോഴേ വേണ്ട കഴിക്കില്ലെന്ന് പറഞ്ഞാണ്. പക്ഷെ ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചപ്പോൾ ഫുള്ളാളാണ് കേട്ടോ കഴിച്ചു തീർത്ത്. എനിക്കൊരു ഇത്തിരിയെ തന്നോളൂ, മൊത്തം ഇക്ക തന്നെയാണ് കേട്ടോ കഴിച്ചു തീർത്തത്.
കാരണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് കാണുമെന്ന് നേരയ്ക്ക്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. അപ്പോൾ അത് കണക്കെ നമ്മൾ പയറില തോരന്, കോവയ്ക്കയുടെ ഇല തോരൻ ഇങ്ങനെയൊക്കെ വെക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ആയിരുന്നു. അപ്പം ഇനിയും നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.